ശ്രീ രാജു പി നായർ, പിഴവുകളെല്ലാം ഓഡിറ്ററുടേത്. അതാണ് ഈ വലിയ അഴിമതി ആരോപണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതാണ് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞത്. മാത്രമല്ല, ഈ കാര്യങ്ങളിൽ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ 17-ാം തീയതി യോഗത്തിൽ കണ്ടെത്തട്ടെ, സർക്കാരിന് മറ്റൊന്നും ചെയ്യാനില്ല. അല്ല, ഡോക്ടർ പി കെ ഗോപൻ ഇവിടെ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളെല്ലാം വളരെ വ്യക്തമായി. അദ്ദേഹം ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതും ഇതിൻ്റെ സത്യം അറിയുകയും ചെയ്യുന്നുണ്ടായിരിക്കണം. അബദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഓഡിറ്റർ പറയുന്നത് അല്ലെങ്കിൽ പറയും, അവർ റിപ്പോർട്ട് കൊടുക്കും, ദേവസ്വം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഓഡിറ്റർ ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ വാസ്തവം. അദ്ദേഹം എൻട്രി മീറ്റിങ്ങിനൊക്കെ സംബന്ധിച്ചു, എക്സിറ്റ് മീറ്റിങ്ങിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. എൻട്രി മീറ്റിങ്ങും എക്സിറ്റ് മീറ്റിങ്ങും ഒക്കെ ഓഡിറ്റിംഗ് ഏജൻസി വരുന്നത്, അവർ എക്സിറ്റ് മീറ്റിംഗ് നടത്തുമ്പോൾ അവരവിടുത്തെ പ്രൊസീജിയറൽ ലാപ്സസ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ പൊതുവായിട്ട് കാണുന്ന കാര്യങ്ങളുണ്ടാണ് പ്രസിഡന്റിനെയും അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളെയും അറിയിച്ചിട്ട് പോവുക. അതിനകത്തുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ ക്വറിയോ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾക്ക് അവർ കത്ത് കൊടുക്കും. അവർ കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം കൊടുക്കണം. ആ വിശദീകരണം ഓഡിറ്റിങ്ങിന് തൃപ്തികരമായി കഴിഞ്ഞാൽ ആ റെഫറൻസ് അങ്ങ് മാറ്റും, അതിൻ്റെ ആ മെൻഷനിങ് മാറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ആ മെൻഷൻ അവിടെ നിൽക്കും. അത് വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരം മേടിച്ചിട്ട് CAക്ക് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ CA വെച്ചൊക്കെ നിങ്ങളൊക്കെ അംഗീകരിച്ച പോലെ. പി കെ ഗോപൻ ലോകായുക്തയുടെ ഹാങ് ഓവറിലാണെന്ന് തോന്നുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കുറ്റം തീരുമാനിക്കാൻ മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചോളും. ഇൻ എഫക്ട് നിയമസഭ തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുറ്റം മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചോളും എന്ന് പറയുന്ന പോലെ ആ ഹാങ് ഓവറിലാണ് പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗീകാരവും ഓഡിറ്റിംഗ് ഏജൻസിക്ക് വേണ്ട. അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ആണെങ്കിലും വേണ്ട, പബ്ലിക് ഓഡിറ്റിംഗ് ആണെങ്കിലും വേണ്ട, CAക്കും വേണ്ട. CA എന്താ? CA വെറുതെ നിങ്ങൾ കാശ് കൊടുത്തിട്ട് CA അവിടെ നിങ്ങൾ കൊടുക്കുന്ന കണക്ക് അംഗീകരിച്ച് തരാനിരിക്കുന്നവരല്ലോ. അതിൻ്റെ പൊരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നവരല്ലേ. അവർ പൊരുത്തക്കേടുകൾ കണ്ടുപിടിച്ചിട്ട് ബോർഡിന് കൊടുത്തിട്ട് ബോർഡ് റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്ത് ഒരു ലോജിക്കില്ലായ്മ പറയുന്നത്. ഏറ്റവും മിനിമം ഭാഷയിൽ പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്തത്. അവർ പൊരുത്തക്കേടുകൾ കണ്ടുപിടിച്ചു. ആ പൊരുത്തക്കേടുകൾ ഒരു ഓഡിറ്റിംഗ് ഏജൻസിയും എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റിംഗ് നടത്താൻ പറ്റില്ല. ഇൻവോയ്സുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓഡിറ്റിംഗ് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളവാണ്. ഇവർ ഉദ്യോഗസ്ഥരുടെ തലക്കല്ല, ഉദ്യോഗസ്ഥരുടെ തലക്കാണ് നിൽക്കണ്ടെങ്കിൽ പി കെ ഗോപൻ ഇവിടെ വന്ന് ഈ പറയുന്ന ന്യായീകരണം ഒന്നും നടത്തില്ല. ഉദ്യോഗസ്ഥരല്ല, ഇത് മുഴുവൻ ഇവരാണ്. പി കെ ഗോപൻ ഇത്രയും നേരമായിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊരാളുങ്കൽ ഇത് കൊടുത്തതെന്ന് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. IAATക്കല്ലല്ലോ കൊടുത്തത്, ഊരാളുങ്കലല്ലേ കൊടുത്തത്. അപ്പം എന്താ ഊരാളുങ്ങളുടെ റോള്? IAAT കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിന് കമ്മീഷൻ മേടിക്കുകയാണോ? അതാണോ ഈ അദാനി അവിടെ നമ്മുടെ ഹൈക്കവേലി ചെയ്ത പോലെ 1900 കോടിക്ക് എടുത്തിട്ട് 900 കോടിക്ക് മറ്റൊരാൾക്ക് സബ് കോൺട്രാക്ട് കൊടുത്ത പോലെ? എന്താ ഊരാളുങ്കലിന്റെ റോഡ്? എന്തിനാ ഊരാളുങ്കലിന് കൊടുത്തത്? ഇനി ഊരാളുങ്കൾ ആരാ? ഊരാളുങ്കൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. മാസപ്പടി കേസ് വന്നപ്പോൾ ഈ കൊടുത്ത കമ്പനികളിൽ 10ഓളം കമ്പനികളിൽ ഒരു കമ്പനി ഊരാളുങ്കളുടെ പേരായിരുന്നു, ഇല്ലേ? നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. അങ്ങനെയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത് ഒരു ഉത്തരവുമില്ലാതെ കൊടുക്കാൻ, ഒരു ടെൻഡറും ഇല്ലാതെ കൊടുക്കാൻ ഏത് ഉത്തരവെന്ന് ചോദിക്കാനും പി കെ ഗോപന് മറുപടിയില്ല. പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം കമ്മീഷണർ സുനിൽകുമാർ CPMന്റെ പ്രതിനിധിയാണ്, CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പൊ ഇവരെല്ലാം കൂടി ചേർത്ത് നടത്തുന്ന കൊള്ളയാണിത്. ഈ അയ്യപ്പ സംഗമം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിഭാവനം ചെയ്തതാണെന്നാണ് അവിടെ സംസാരം. ഉണ്ണികൃഷ്ണൻ പോറ്റി വിഭാവനം ചെയ്ത് താൻ സ്പോൺസറെ കണ്ടെത്തി നടത്തിക്കോളാന്നാണ്. ആ സമയമായപ്പോഴത്തേക്ക് ജയിലിൽ പോയി. ആ സമയമായപ്പോഴത്തേക്ക് അതുകൊണ്ട് സ്പോൺസർ ഇല്ല. പിന്നെ ആര്? ധനലക്ഷ്മി ബാങ്ക്, ഇവരുടെ അക്കൗണ്ടിലുള്ള ഒരു ധനലക്ഷ്മി ബാങ്കും പിന്നെ ഒരു കേരള ബാങ്ക് പിന്നെ സർക്കാർ എവിടെ കൊണ്ട് മൈക്ക് വെച്ചാലും പണം കൊടുക്കാതിരിക്കുകയാണല്ലോ കേരള ബാങ്ക്. ഇവർ രണ്ടുപേരും മാത്രമാണ് സ്പോൺസർ. വേറൊരു സ്പോൺസറെ ഇവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പൊ അദാനി പൈസ തരും, എന്തായാലും അദാനിയുമായിട്ട് പൈസ തരും എന്നുള്ള ബന്ധമൊക്കെ നമുക്ക് എന്തായാലും മനസ്സിലായി. അദാനി പൈസ തരും എന്ന് കൊടുത്തേക്കണ ഉറപ്പ്. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ അദാനി സ്പോൺസർഷിപ്പ് കൊടുത്താൽ രക്ഷിക്കാൻ നിൽക്കുക. ഈ അദാനിയും സർക്കാരും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രമാത്രം വലിയ കൊള്ള അവിടെ നടത്തിയിട്ടുണ്ട്. ഈ എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ കള്ളമാണ്. നന്ദഗോപൻ ഭജൻസിനെയൊക്കെ വിളിക്കാൻ പറഞ്ഞ് 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് ചെയ്തിട്ട് അത് അവിടുത്തെ ഓഡിറ്റർ അത് നോക്കിയിട്ട് തെറ്റാണെന്ന് കരുതി എഴുതിയാന്നൊക്കെ പറഞ്ഞാൽ ആരെ വിശ്വസിപ്പിക്കാൻ പറയുന്നതാണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, ഇപ്പൊ പി കെ ഗോപൻ ജീവനക്കാർ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതല്ലേ ക്ഷേത്രക്കൊള്ള നടന്നപ്പോൾ ആദ്യം ഇവർ പറഞ്ഞത്? അവിടുത്തെ ദേവസ്വം കമ്മീഷണർ ആ ഓർഡർ തിരുത്തിയതാണ് എന്നല്ലേ പറഞ്ഞത്? മിനിറ്റ്സ് ഉണ്ടായില്ല. ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അങ്ങനെയല്ല, സ്വർണ്ണപ്പാളി ഇതാണ്, അത് തിരുത്തിയത് ദേവസ്വം കമ്മീഷണർ പറഞ്ഞത്. അവസാനം അന്വേഷണം വന്നപ്പോൾ എന്തായി? പത്മകുമാർ സ്വന്തം കൈപ്പടയിലാണ് തിരുത്തിയത്, മനസ്സിലായില്ലേ? അപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിലൊരു കൊള്ള നടക്കണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല. അതിന് രാഷ്ട്രീയ നേതൃത്വം, ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാട്രണേജ് ഉണ്ട്.
അവരറിയാതെ ഇത് നടക്കില്ല. ഇത് ശരി. കൊണ്ടുവന്ന ആൾക്കാർ താമസിപ്പിച്ചു. എന്റെ അടിമാലി കൊണ്ട് താമസിപ്പിച്ചു. ഇന്നലെ ഒരാൾ പറയുകയാണ് അവിടെ റൂം ഇല്ലാത്തതുകൊണ്ടാണ്. പി കെ ഗോപൻ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ റൂം എടുത്തു തന്നേരെ. പക്ഷെ ULCC കൊടുത്ത പോലെ ടെൻഡറിലാണ്ട് തരണം. ഞാൻ അവിടെ തൊട്ടടുത്ത് റൂം എടുത്തു തരായിരുന്നു. 5 സ്റ്റാർ എടുത്തു തരായിരുന്നു. അത് പച്ചക്കള്ളമാണ്. അടുത്തുള്ള ഒരു ഹോട്ടലാണ് അത്. 40 കിലോമീറ്റർ അകലുള്ള ഒരു ഹോട്ടൽ. അടിമാലി ഒന്നും അല്ല. ശരി ശ്രീ നിങ്ങൾ ജിതിൻ പറയുന്ന സാധനം അടിമാലി മൂന്നാറാണ്. ശ്രീ ജിതിൻ ദേവ് ഇപ്പോഴും കുമരകത്തെടുത്തല്ല. അല്ല സാർ. ആഗോള അയ്യപ്പ സംഗമത്തിൽ അങ്ങനെ ഒരുപാട് എന്ത് കള്ളങ്ങൾ സംഭവിച്ചു എന്ന് വന്നിട്ടുണ്ട്. കറുപ്പും വെളുപ്പുമായി അറിയണമെങ്കിൽ 17-ാം തീയതിയിലെ ചൊവ്വാഴ്ച നടക്കുന്ന ദേവസ്വം ബോർഡിന്റെ യോഗം വരെ കാത്തിരിക്കണം അദാനി എന്നാണോ ഉമ്മൻചാണ്ടിയായിട്ടാണ് ബന്ധം കേട്ടോ, കാര്യങ്ങൾ? ഞങ്ങളുമായിട്ടല്ല. ശ്രീ ജിതിൻ ദേവ്, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അയ്യപ്പ സംഗമത്തിൽ റോളില്ലാത്തതുകൊണ്ട് അയാൾ അതുകൊണ്ടാണ് പിണറായി വിജയൻ അദാനിയുടെ ബലൂൺ പഠിച്ചത് അല്ലെ? ഗൗതം അദാനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.